ഗൂഗിളിൻ്റെ പിക്സൽ 4യും അതുപോലെ തന്നെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് ഫോണും ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷത്തിനൊക്കെ മുകളിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴായാൽ പോലും ഈ രണ്ട് ഫോൺസും ഇതിൻ്റെ പ്രൈസിങ്ങിന് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻസ് തന്നെയാണ്. അതിൽ തന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിന് എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ പ്രൈസിങ്ങിനകത്ത് ഒരുപാട് ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ ഗൂഗിൾ പിക്സൽ 4a നോക്കിയാലോ അല്ലെങ്കിൽ ഐഫോൺ SE 2020 നോക്കിയാലോ ഇന്നത്തെ രണ്ടിൻ്റെയും പ്രൈസ് നല്ല ഓഫറിലൊക്കെ ആണെങ്കിൽ നമുക്ക് 25,000 താഴെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയമായതുകൊണ്ട് തന്നെ ഈ രണ്ട് ഫോണും കൂടെ നമ്മൾ ഒന്നുകൂടെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2021 തീരാറായ സമയത്ത് ഇതിനകത്ത് ഏതാണ് ബെറ്റർ ഓപ്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഈ ഫോണിൻ്റെയൊക്കെ സ്ട്രോങ് പോയിന്റ്സും വീക്ക് പോയിന്റ്സും എന്തുവാണ്, അപ്പോൾ അതിനെയൊക്കെ പറ്റിയാണ് ഈ വീഡിയോ. ഈ കമ്പാരിസനകത്ത് നമ്മൾ ചെയ്യാൻ പോണ രീതി എന്ന് പറയുന്നത് നമ്മൾ 6 ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും, പിന്നെ ഉള്ളത് പെർഫോമൻസ്, പിന്നെ ഡിസ്പ്ലേ ഓഡിയോ, ക്യാമറ, ബാറ്ററിയും, പിന്നെ ബാക്കിയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സും. അത് ഈ 6 ഫാക്ടേഴ്സ് നമ്മൾ നോക്കിയതിന് ശേഷം ഈ എല്ലാ ഫാക്ടേഴ്സിനകത്തും എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ ഏതാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷനിൽ എത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഫോണായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അതിന് നമുക്ക് ആദ്യത്തെ ഫാക്ടറിലേക്ക് പോകാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എടുക്കുവാണെങ്കിൽ നമ്മൾ ഗൂഗിൾ പിക്സൽ 4ന്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ നോർമലായ ഒരു ഡിസൈൻ ആയിട്ടാണെങ്കിൽ പറയാം. അതായത് നമുക്ക് 2021 നോക്കാൻ നേരത്ത് നമ്മൾ നോർമലി കാണുന്ന ഒരു ഫോണിൻ്റെ ഡിസൈനായിട്ട് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ഹോൾ പഞ്ച് കട്ടൗട്ടാണ്, പിന്നെ നമുക്ക് ബെസൽ ഇല്ലാത്ത ഡിസ്പ്ലേ ആണ്. പക്ഷെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ, അതായത് നമ്മൾ ബാക്കിയുള്ള ബോഡി ഡിസൈൻ നോക്കുവാണെങ്കിൽ അതങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. അതായത് നമുക്ക് കുറച്ച് മ്യൂട്ടഡ് ആയ ഒരു ഡിസൈൻ ആണെങ്കിൽ പറയാൻ പറ്റും. കാരണം അതിനകത്ത് നമുക്ക് കളേഴ്സ് നോക്കുവാണെങ്കിൽ തന്നെ ഒരു ഒറ്റ കളർ മാത്രമേ ഉള്ളൂ, ഈ ഒരു ബ്ലാക്ക് കളർ മാത്രമേ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ഒക്കെയാണ്. അപ്പോൾ ഈ ഡിസൈനർ, അതായത് ഈ ഗൂഗിൾ പിക്സൽ 4ന്റെ ഡിസൈൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുന്നത് ഇതിന് ഈ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കുമാണ്. ഞാൻ 2-3 യൂണിറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 യൂണിറ്റ് ഉപയോഗിച്ചതിനകത്ത് തന്നെ പല യൂണിറ്റ്സിനും പല പ്രശ്നങ്ങളാണ് തോന്നിയത്. ഒന്നിനകത്ത് ബാക്കിലത്തെ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഞെങ്ങുന്ന രീതി ഉണ്ടായിരുന്നു. പിന്നെ ഒരു യൂണിറ്റിനകത്ത് ബട്ടൺസിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര പോരായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ യൂണിറ്റ്സിനും പൊതുവേ ലോങ് ടേം യൂസ് നോക്കാൻ നേരത്ത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലത്തെ പ്ലാസ്റ്റിക്കിനകത്ത് നമുക്ക് നല്ലോണം തന്നെ ഈ പ്ലാസ്റ്റിക് ഒരു വെയർ ആൻഡ് ടെയർ ഉണ്ടാവുന്ന കാണാൻ പറ്റും. അതായത് നമുക്കിവിടെ ഇങ്ങനെ ഷൈനിങ് ആയി വരുന്നുണ്ട്. കാരണം ഈ മാറ്റ് ഫിനിഷ്, ആ മാറ്റ് ടെക്സ്ചർ അങ്ങ് തേഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് ലോങ് ടേമിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മിക്ക ഗൂഗിൾ പിക്സൽ 4നകത്ത് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എടുക്കുവാണെങ്കിൽ ഈ ഫോൺ അത്യാവശ്യം കോമ്പാക്റ്റ് ആയ ഒരു ഫോണാണ്. അതുപോലെ തന്നെ നമ്മൾ ഐഫോൺ SE 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഏതാണ്ട് അതിനൊപ്പമുള്ള വെയിറ്റ് ആണ് വരുന്നതെങ്കിൽ പോലും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഐഫോൺ SE 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പോരായ്മയായിട്ട് തന്നെ തോന്നിയ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എടുക്കാൻ നേരത്ത് എനിക്ക് ഐഫോൺ SE 2ന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ SE 2 എന്ന് പറയുന്നത് പിക്സൽ 4നെക്കാട്ടിയും വളരെ കനം കുറഞ്ഞ ഫോണാണ്. പിന്നെ അത് മാത്രമല്ല കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ്. അതും ഈ ഐഫോൺ SE 2ന്റെ ഡിസൈനകത്ത് ഇവിടെ ഈ ഫ്രണ്ടിൽ ബെസൽ വരുന്ന, ഡിസ്പ്ലേക്കകത്ത് ബെസൽ വരുന്നൊരു കാര്യം വലിയൊരു പോരായ്മയാണെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ നമുക്ക് അലുമിനിയം ഫ്രെയിമും പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പോരായ്മ എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഐഫോൺ SE 2ന്റെ തന്നെ പല യൂണിറ്റ് ഉപയോഗിച്ച സമയത്ത് തന്നെ എല്ലാ യൂണിറ്റിനും ആ ഒരു പെർഫെക്ഷൻ ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിക്ക് അതൊരു കംപ്ലയിൻറ്റും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി എന്നുള്ള ഫാക്ടറിനകത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐഫോൺ SE 2 ആണ്. ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന സമയത്ത് പല യൂസേഴ്സിന് പല രീതിയിലാണ് ആവശ്യം എന്ന് പറയുന്നത്. ചിലവർ ലൈറ്റ് യൂസേഴ്സ് ആയിരിക്കും. അപ്പോൾ ലൈറ്റ് യൂസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഹെവി ആയ ടാസ്ക് ഒന്നും ചെയ്യാൻ കാണത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിനകത്ത് പ്രശ്നം വരത്തില്ല. അതിപ്പോൾ നിങ്ങളൊരു ആവറേജ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ഫോണിനകത്ത് പ്രശ്നം വരത്തില്ല. കാരണം നിങ്ങൾ ഒരു ആവറേജ് യൂസർ ആണെങ്കിലും ഒരുപാട് ഹെവി ആയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്തും ഈ രണ്ട് ഫോണിനകത്ത് പോരായ്മകൾ വരത്തില്ല. പക്ഷെ നിങ്ങളൊരു ഹെവി യൂസർ ആവാൻ നേരത്താണ് പെർഫോമൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം വരുന്നത്. നമ്മൾ പെർഫോമൻസ് ഉള്ള ഫാക്ടറിലേക്ക് കൂടുതൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ രണ്ട് ഫോണിൻ്റെയും പ്രൊസസ്സർ നോക്കുവാണെങ്കിൽ ഗൂഗിൾ പിക്സൽ 4നകത്ത് വന്നിരിക്കുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 730G പ്രൊസസ്സറാണ്. അപ്പോൾ അതൊരു ഹൈ എൻഡ് അല്ല, അതിനൊരു മിഡ് റേഞ്ച് പ്രൊസസ്സറാണ്. അതും ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് വന്നേക്കുന്നത് ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്പാണ്. അത് ഈ പ്രൊസസ്സർ ആപ്പിളിൻ്റെ iPhone 11 സീരീസിനകത്ത് വന്നിരുന്ന പ്രൊസസ്സർ തന്നെയാണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഒരെണ്ണം തന്നെയാണ്. അത് ഇപ്പോഴായാൽ പോലും നല്ല പെർഫോമൻസ് തരുന്ന ഒരെണ്ണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടർ എടുക്കാൻ നേരത്ത് നിങ്ങൾ ഹെവി ടാസ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പ്രൊസസ്സറിൻ്റെ കാര്യം മാത്രം വെച്ചുകൊണ്ട് തന്നെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ് ബെറ്റർ പെർഫോമൻസ് ഉള്ളത്. അത് റാമും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരത്ത് റാം എന്ന് പറയുന്നത് നമുക്ക് ഐഫോണിനകത്ത് എന്തായാലും കുറവായിരിക്കും. അതായത് ഐഫോൺ SEക്കകത്ത് 3GB റാമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഗൂഗിൾ പിക്സൽ 4 എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 6GB റാം ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ആ റാമിൻ്റെ അഡ്വാൻറ്റേജ് പോലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്താണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേ എടുക്കാൻ നേരത്ത് തന്നെ ഗൂഗിൾ പിക്സൽ 4ന്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് തന്നെ നമുക്ക് കൂടുതൽ പിക്സൽസ് പുഷ് ചെയ്യേണ്ട ഒരു രീതി വരും. അപ്പം കുറച്ചും കൂടെ പെർഫോമൻസ് ആ രീതിയിലും വേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് കൂടി ആകാം മൊത്തത്തിൽ പെർഫോമൻസ് എന്ന് പറയുന്ന രീതി ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് ഒരുപാട് ബെറ്റർ ആയിരുന്നു. അതായത് നിങ്ങൾക്ക് പെർഫോമൻസ് കൂടുതൽ വേണ്ട ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യം എടുത്ത് പറയാൻ നേരത്തും നമ്മൾ ഡിസ്പ്ലേ പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത ഫാക്ടർ ഡിസ്പ്ലേ ഓഡിയോ എടുക്കാൻ നേരത്ത് അവിടെയാണ് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഒരു വലിയ പോരായ്മ വരുന്നത്. അതായത് ഡിസ്പ്ലേ നോക്കാൻ നേരത്തെ തന്നെ അറിയാൻ പറ്റും
ഡിസ്പ്ലേയുടെ ഡിസൈനിനകത്ത് തന്നെ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് ഒരുപാട് പഴയ ഡിസ്പ്ലേ ഫോമാറ്റാണ്, അതായത് ബെസലുള്ള ഫോർമാറ്റാണ്. പക്ഷെ നമുക്ക് ഗൂഗിൾ പിക്സൽ 4a എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ബെസൽസ് ഇല്ലെന്ന് മാത്രമല്ല ഹോൾ പഞ്ച് ക്യാമറയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗൂഗിൾ പിക്സൽ 4a ഡിസ്പ്ലേ 5.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഡിസ്പ്ലേ 4.7 ഇഞ്ച് ആണ്. അപ്പോൾ നല്ല ചെറിയൊരു ഡിസ്പ്ലേ ആണ്. പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് നമുക്ക് കിട്ടുന്നത് LCD പാനലാണ്. ഗൂഗിൾ പിക്സൽ 4a AMOLED പാനലാണ് വന്നേക്കുന്നത്. അപ്പോൾ AMOLED പാനലാകുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അതായത് കളേഴ്സ് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ബ്ലാക്ക് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പ്രോപ്പർ ബ്ലാക്ക് ആണ്. അതായത് നമുക്ക് അങ്ങനത്തെ ഗുണങ്ങളുണ്ട്. പക്ഷേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി പരമായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആയിട്ട് തോന്നിയത് ഐഫോൺ SE തന്നെയാണ്. കാരണം ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ LCD പാനലിന് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തോന്നിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ടിൽറ്റ് ചെയ്ത് നോക്കാൻ നേരത്ത് ഒരു ടിൻറ്റ് എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനിൽ കണ്ടില്ല. പക്ഷേ ഗൂഗിൾ പിക്സൽ 4a അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഡിസ്പ്ലേയുടെ ഒരു എക്സ്പീരിയൻസ് എടുക്കാൻ നേരത്ത് വലിയൊരു ഡിസ്പ്ലേ, അതാണ് പുതിയ ടെക്നോളജി, പിന്നെ അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യമായിട്ടുള്ള കൂടുതൽ റെസൊല്യൂഷൻ കൂടെ വരുന്ന ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ, അതായത് നമുക്ക് ഫുൾ HD പാനലാണ് ഗൂഗിൾ പിക്സൽ 4a വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിക്സൽ ഡെൻസിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഗൂഗിൾ പിക്സൽ 4a ഡിസ്പ്ലേ ആണ് നമ്മൾ കണ്ടന്റ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഫോണിനകത്തും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 4a ഡിസ്പ്ലേ ആണ്. പക്ഷേ ഞാൻ എടുത്തു പറയുന്നുണ്ട്, ക്വാളിറ്റി നോക്കാൻ നേരത്ത് കുറച്ചും കൂടെ ബെറ്റർ ക്വാളിറ്റിയുള്ള പാനലിൽ എനിക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ് തോന്നിയത്. പക്ഷേ നമ്മുടെ റെഗുലർ യൂസിനകത്ത് നമുക്ക് കൂടുതൽ ഗുണം വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 4a ഡിസ്പ്ലേ ആണ്. പക്ഷെ നമ്മൾ ഓഡിയോ എടുക്കാൻ നേരത്ത് ഈ രണ്ട് ഫോണിനകത്തും ഡ്യുവൽ സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് താഴെയും അതിനകത്ത് ഇയർപീസ് സ്പീക്കർ ആണെങ്കിൽ പോലും എനിക്ക് കൂടുതൽ ബെറ്ററായി ഓഡിയോ ആയിട്ട് തോന്നിയത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഓഡിയോ ആണ്. അതായത് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ടാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലും, അതിനകത്ത് ലൗഡ്നെസ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൗഡ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിനകത്ത് ഇയർപീസ് ക്വാളിറ്റി എടുത്തപ്പോഴും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ തന്നെയാണ്. നിങ്ങൾ വേറെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഞ്ചിൻ്റെ കാര്യം നോക്കാൻ നേരം, അതായത് നെറ്റ്വർക്ക് കവറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രണ്ട് ഫോണിനകത്തും 5G സപ്പോർട്ടൊന്നും ഇല്ല. പക്ഷെ നമുക്ക് LTE സപ്പോർട്ട് വരുന്നത്. അതും നെറ്റ്വർക്ക് കവറേജ് നോക്കിയ സമയത്ത് രണ്ടിൻ്റെ നെറ്റ്വർക്ക് കവറേജ് അത്യാവശ്യം നല്ല തന്നെയായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതായത് നമുക്ക് നെറ്റ്വർക്ക് ഡ്രോപ്പ് ആവുന്ന പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അതും രണ്ടിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് ഏതാണ്ട് ഒരേ കണക്കിനാണ് തോന്നിയത്. പക്ഷേ ഇവിടെ ഓഡിയോയുടെ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് വയർഡ് ഹെഡ്ഫോൺ ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോണിനെക്കാട്ടിയും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന വയർഡ് ഹെഡ്ഫോൺ ആണെങ്കിൽ ഗൂഗിൾ പിക്സൽ 4a ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് വയർഡ് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഐഫോൺ SE 2 ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. അപ്പോൾ അത് ഇതിനകത്ത് രണ്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ഫാക്ടറിലേക്ക് പോകാം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. അത് നിങ്ങൾ മിക്കവാറും കൂടുതൽ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയായിരിക്കും. അത് ക്യാമറയാണ്. അതായത് ക്യാമറ പെർഫോമൻസ് ആണ്. ഇപ്പോൾ ക്യാമറ എടുക്കാൻ നേരത്ത് ഈ രണ്ട് ഫോണിലും നമുക്ക് ബാക്കിലും ഫ്രണ്ടിലും ഓരോരോ ക്യാമറയുള്ളൂ. ഇപ്പോൾ ബാക്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഗൂഗിൾ പിക്സൽ 4a വന്നേക്കുന്നത് ഒരു 12.2 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f1.7 ആണ്. പക്ഷെ നമുക്ക് ഐഫോൺ SE നോക്കുവാണെങ്കിൽ അതിനകത്തൊരു 12 മെഗാ പിക്സൽ ക്യാമറയാണ് ബാക്കി കിട്ടുന്നത്. ആ ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f1.8 ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിനകത്ത് ഈ രണ്ട് ഫോൺസിൻ്റെ ക്യാമറ പെർഫോമൻസ് മികച്ച തന്നെ നിൽക്കുവാണ്. പക്ഷെ ഒരു കമ്പാരിസൺ ചെയ്യാൻ നേരത്ത് രണ്ടിൽ ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫോട്ടോ എടുത്ത സമയത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 4a ആണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോൺ, ഈ രണ്ട് ഫോണിനകത്തും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ പിക്സൽ 4a ആണ്. അതായത് അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു കണ്ടീഷനിൽ എടുത്താലും ഗൂഗിൾ പിക്സൽ 4a ഫോട്ടോസ് മികച്ച നിൽക്കുവാണ്. അത് നൈറ്റ് മോഡ് ഉള്ളൊരു കാരണം കൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നല്ലൊരു കണ്ടീഷനിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ പ്രോസസ്സിങ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും. അതായത് നമുക്ക് ഐഫോൺ SE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടുതൽ സമയം എടുക്കുന്നുണ്ടായിരുന്നു ഗൂഗിൾ പിക്സൽ 4a. പക്ഷേ എല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞ് ആ ഫോട്ടോ ഔട്ട്പുട്ട് എടുക്കുവാണെങ്കിൽ നല്ല കോൺട്രാസ്റ്റ് കൂടിയ ഒരു പെർഫെക്ഷൻ ഉള്ള ഫോട്ടോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ കാരണം കൊണ്ടാണ് എനിക്ക് ഗൂഗിൾ പിക്സൽ 4a ഫോട്ടോ എടുക്കാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ അത് നൈറ്റ് മോഡ് സപ്പോർട്ട് ഇല്ല. പക്ഷെ നമ്മൾ നല്ലൊരു കണ്ടീഷനിൽ എടുക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഫോട്ടോ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ കഴിയുമെങ്കിലും ആ ഫോട്ടോയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 4a കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സാച്ചുറേഷൻ കുറഞ്ഞ കണക്കാണ്. എന്നാലും നല്ല മികച്ച ഔട്ട്പുട്ട് തന്നെയാണ്. പക്ഷേ രണ്ട് കമ്പാരിസൺ ചെയ്യാൻ നേരത്ത് ഫോട്ടോ ഔട്ട്പുട്ടിനകത്ത് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗൂഗിൾ പിക്സൽ 4a ആണ്. പക്ഷെ നമ്മൾ വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ രണ്ട് ഫോൺസിനും ബാക്ക് ക്യാമറയ്ക്കകത്ത് 4K 60 FPS വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിലും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ ക്യാമറ എന്ന് പറയുന്നത് ഒരു സംശയമില്ല തന്നെ പറയാൻ പറ്റും ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആണ്. അതായത് രണ്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ആ വീഡിയോ ക്വാളിറ്റിക്കകത്തുള്ള വ്യത്യാസം ഭയങ്കര കൂടി നിൽക്കുകയാണ്. അതായത് നല്ല വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുന്ന വലിയൊരു പ്രാധാന്യമാണെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആണ് ഗൂഗിൾ പിക്സൽ 4a നല്ലോണം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബാക്ക് ക്യാമറയുടെ കാര്യം. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് പോകാൻ നേരത്ത് ഫ്രണ്ടിൽ ഗൂഗിൾ പിക്സൽ 4a വന്നിരിക്കുന്ന ക്യാമറ ഒരു 8 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.0 ആണ്. പക്ഷെ നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് വരുന്നത് ഒരു 7 മെഗാ പിക്സൽ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ എന്ന് പറയുന്നത് f2.2 ആണ്. അത് ഇതിനകത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഗൂഗിൾ പിക്സൽ 4a ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള നമുക്ക് തോന്നിയില്ലായിരുന്നു ഐഫോൺ SE ആയിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത്, അതായത് ഫോട്ടോ എടുക്കുന്ന സമയത്ത്. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ രണ്ട് ക്യാമറയ്ക്കകത്തും രണ്ട് ഫോൺസിനകത്തും 1080p 30 FPS ഒരു വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷേ വീഡിയോ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ഐഫോൺ SE സെക്കൻഡ് ജനറേഷനും വീഡിയോ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ ഫോട്ടോയ്ക്കകത്ത് അങ്ങനെ ഭയങ്കര അഡ്വാൻറ്റേജ് ഗൂഗിൾ പിക്സൽ 4a ഇല്ലായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ക്യാമറ എടുക്കുവാണെങ്കിൽ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഫോണായിട്ട് തോന്നിയത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആണ്. പക്ഷേ ബാക്ക് ക്യാമറയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഫോട്ടോ എടുക്കുന്നതിന് പ്രാധാന്യം കൂടുതലുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 4a ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്.
അപ്പോൾ ഇതാണ് ഈ രണ്ട് ഫോണിൻ്റെയും ക്യാമറയുടെ കാര്യങ്ങൾ. അപ്പോൾ ക്യാമറ പെർഫോമൻസ് കണ്ട സ്ഥിതിക്ക് ഇനി അടുത്ത ഫാക്ടറായ ബാറ്ററിയിലേക്ക് പോവാം. ഇപ്പോൾ ബാറ്ററി എന്ന് പറയുന്ന ഫാക്ടറിന് ഏറ്റവും വലിയ പോരായ്മ വന്നേക്കുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ആണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ വളരെ കനം കുറഞ്ഞ സ്ലിമ്മായ കോമ്പാക്റ്റ് ആയ ഫോണാണ്. പിക്സൽ 4നെക്കാട്ടിയും കോമ്പാക്റ്റ് ആയ ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയൊരു ബാറ്ററിയാണ്. ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് വരുന്ന ബാറ്ററി 1821 mAh ആണ്. പക്ഷേ ഗൂഗിൾ പിക്സൽ 4നകത്ത് വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് 3140 mAh ആണ്. അത് ഇങ്ങനത്തെ ഒരു ബാറ്ററി കപ്പാസിറ്റി വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 4 എന്ന് പറയുന്നത് എന്തായാലും മികച്ച ബാറ്ററി ബാക്കപ്പ് തരണം ഐഫോൺ SE സെക്കൻഡ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ഫോൺ ലൈറ്റ് യൂസേഴ്സ് അല്ലെങ്കിൽ ആവറേജ് യൂസേഴ്സിന് വേണ്ടി മാത്രം പറ്റിയൊരു ഫോണാണ്. ഹെവി യൂസർ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല, കാരണം വെച്ചാൽ ഒരുപാട് വട്ടം ചാർജ് ചെയ്യേണ്ടി വരും ഒരു ദിവസം തന്നെ. പക്ഷെ നമുക്ക് ഗൂഗിൾ പിക്സൽ 4 എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമുക്കൊരു ആവറേജ് തൊട്ടൊരു ഹെവി യൂസർ ആണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസമൊക്കെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുകയും ചെയ്യും. അതായത് ഒരു സ്ക്രീൻ ഓൺ ടൈം വെച്ച് പറയുകയാണെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്ത് ഒരു നോർമൽ ടു ഹെവി യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 3 തൊട്ട് ഒരു 3.5 മണിക്കൂറൊക്കെയാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നത്. പക്ഷേ ഗൂഗിൾ പിക്സൽ 4നകത്ത് അതിനകത്തൊരു യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 5.5 തൊട്ട് ഒരു 6 മണിക്കൂർ വരെ സ്ക്രീൻ ഓൺ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിനകത്ത് ഗൂഗിൾ പിക്സൽ 4 ആണ് മികച്ച ഫോൺ. പിന്നെ അതിലൂടെ തന്നെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 4ൻ്റെ കൂടെ ഒരു ചാർജർ കിട്ടുന്നുണ്ട്, ഒരു 18 വാട്ട് ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ കൂടെ ചാർജർ വാങ്ങിക്കേണ്ടി വരും, എക്സ്ട്രാ ചാർജിങ് ബ്രിക്ക് വാങ്ങിക്കേണ്ടി വരും. കേബിൾ മാത്രമേ ഫോണിൻ്റെ കൂടെ വരൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കോസ്റ്റ് അതിന് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ തന്നെയാണ്. അതായത് നമുക്ക് ആപ്പിളിൻ്റെ 20 വാട്ട് ഫാസ്റ്റ് ചാർജർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാർജായി കിട്ടും. പക്ഷേ എന്നാലും നമ്മൾ എക്സ്ട്രാ ആയിട്ട് കോസ്റ്റ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു ചാർജിങ് ബ്രിക്ക് വാങ്ങിക്കാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിലും ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് ഈ ഒരു ഫാക്ടറിനകത്തുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഫോൺ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗൂഗിൾ പിക്സൽ 4നകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വയർലെസ് ചാർജിങ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിനകത്ത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അവിടെ ആയാൽ പോലും നമ്മൾ എക്സ്ട്രാ വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ കൂടുതൽ കോസ്റ്റ് വരുന്നൊരു കാര്യമാണ്. ഇനി അവസാനത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ബാക്കിയുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് ആണ്. അതായത് ഈ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഈ രണ്ട് ഫോണിൻ്റെയും അൺലോക്കിംഗ് മെത്തേഡിനെ പറ്റി പറയുവാണെങ്കിൽ രണ്ടിനും ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആണ്. പക്ഷേ നമുക്ക് ഗൂഗിൾ പിക്സൽ 4ക്ക് ബാക്കിലാണ് ഫിംഗർ പ്രിന്റ് അൺലോക്ക് വരുന്നത്. ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് ഫ്രണ്ടിൽ ഹോം ബട്ടണിനകത്താണ് വരുന്നത്. അത് ഈ ഹോം ബട്ടൺ ഒരു ഫിസിക്കൽ ബട്ടൺ അല്ല, അതിനൊരു ഗ്ലാസ് ആണ്. അതും ഈ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ടാപ്റ്റിക് എഞ്ചിൻ വെച്ചാണ് ഇതൊരു ഹോം ബട്ടൺ കണക്കത്തൊരു ഫീൽ തരുന്നത്. അത് ഇവിടുത്തെ അൺലോക്കിംഗ് സ്പീഡും ആക്യുറസി ഒക്കെ പറയുവാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആണ്. ഗൂഗിൾ പിക്സൽ 4നെയും കൊള്ളാം, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല തന്നെ വർക്ക് ആവുന്ന ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറായിട്ട് തോന്നിയത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെ സ്കാനറാണ്. പിന്നെ ഇവിടുത്തെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വൈബ്രേഷൻ സിസ്റ്റം നോക്കാൻ നേരത്ത് ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ സിസ്റ്റം വന്നേക്കുന്നത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനെ തന്നെയാണ്. പിന്നെ അതിനകത്ത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് ഉണ്ട്. IP67 റേറ്റിംഗ് വരുന്ന ഫോണാണ് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ. ഗൂഗിൾ പിക്സൽ 4ക്ക് അങ്ങനത്തെ റേറ്റിംഗ് വരുന്നില്ല. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടിൻ്റെ സ്റ്റോറേജ് എടുക്കാൻ നേരത്ത് ഗൂഗിൾ പിക്സൽ 4ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഗൂഗിൾ പിക്സൽ 4ക്ക് ഒരു ഒറ്റ വേരിയന്റ് മാത്രമേ ഉള്ളൂ. ആ വേരിയന്റിന്റെ സ്റ്റോറേജ് 128 GB ആണ്. അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷനകത്തും സ്റ്റോറേജ് എക്സ്പാൻഷനും നടക്കത്തില്ല. പക്ഷേ പല സ്റ്റോറേജ് ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ ബേസ് വേരിയന്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 64 GB ആണ്. അപ്പോൾ 64 GB എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റോറേജ് കുറഞ്ഞ കണക്കാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അടുത്ത വേരിയന്റ് 120 GB എടുക്കണമെങ്കിൽ ഈ ബേസ് വേരിയന്റിനെ കാട്ടിയും കുറച്ചും കൂടെ കാശ് കൂടി നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് വ്യത്യാസം അന്നേരം ഈ ഗൂഗിൾ പിക്സൽ 4യും ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ തമ്മിൽ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയർ സപ്പോർട്ടിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഐഫോൺസിന് കൂടുതൽ കാലം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കിട്ടും. അതായത് നമുക്കിപ്പോൾ ഐഫോൺ 6s അല്ലെങ്കിൽ ഐഫോൺ SE ഫസ്റ്റ് ജനറേഷൻ നോക്കുവാണെങ്കിൽ അതൊക്കെ 2016 ഇറങ്ങിയ ഫോണായിട്ട് പോലും ഇപ്പോഴും സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നുണ്ട്. അത് നമുക്ക് ഗൂഗിൾ പിക്സൽ 4യും ഐഫോൺ SE സെക്കൻഡ് ജനറേഷനോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ 4 ചിലപ്പോൾ 2 തൊട്ട് 3 വർഷം വരെ ആയിരിക്കും ഇനി സോഫ്റ്റ്വെയർ സപ്പോർട്ട് വരുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് ഈ 3 വർഷമൊന്നും മെയിൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരത്തില്ല, സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആയിരിക്കും വരുന്നത്. പക്ഷേ ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് എങ്ങനെ പോയാലും ഒരു 4 വർഷമെങ്കിലും മിനിമം സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാണും. അത് നമുക്ക് 4 വർഷവും മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവസാനമായിട്ട് നമ്മളെടുത്ത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ രണ്ട് ഫോണിനകത്തും വേണ്ട എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ബ്ലൂടൂത്ത് വേർഷൻ രണ്ട് ഫോണിനകത്തും 5 തന്നെയാണ്. പക്ഷേ വൈഫൈ വേർഷൻ എടുക്കാൻ നേരത്ത് ഐഫോൺ SE സെക്കൻഡ് ജനറേഷന് വൈഫൈ 6 കിട്ടുന്നുണ്ട്. അപ്പം ഗൂഗിൾ പിക്സൽ 4ക്ക് അങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. എന്നാലും ഞാൻ പറഞ്ഞില്ലേ സെൻസേഴ്സിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ NFC-യും രണ്ട് ഫോണിനകത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ പിക്സൽ 4ൻ്റെയും ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ്റെയും ഡീറ്റെയിൽ കമ്പാരിസൻ്റെ കാര്യങ്ങൾ. ഇതെല്ലാം കണ്ടു കഴിയാൻ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഫോണിനും പോരായ്മകളും ഉണ്ട്, അതിനൊക്കെ തന്നെ നല്ല കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ യൂസ് അനുസരിച്ചാണ് നമ്മൾ ഫോൺ എടുക്കാൻ. ഇപ്പോൾ നിങ്ങളൊരു ലൈറ്റ് യൂസർ അല്ലെങ്കിൽ ഒരു ആവറേജ് യൂസറാണ്, നിങ്ങളൊരു പ്രീമിയം ഫോണാണ് നോക്കുന്നത്, പിന്നെ അതിനൊക്കെ നിങ്ങൾക്ക് ആ ഫോണിൽ തന്നെ ക്യാമറ നല്ലതായിരിക്കണം, പിന്നെ ബാക്കിയുള്ള പെർഫോമൻസും കാര്യങ്ങളെല്ലാം നല്ലോണം നിൽക്കണമെന്നാണെങ്കിൽ ഈ ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്ന ഫോൺ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൈമറി ഫോണുണ്ട്, നിങ്ങളൊരു സെക്കൻഡറി ഫോൺ നോക്കുന്നുണ്ട്, അത് ആ സെക്കൻഡറി ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് വലിയ പ്രശ്നമല്ല. പിന്നെ സ്ക്രീൻ എന്ന് പറയുന്നത് നിങ്ങൾ അതിനകത്ത് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഐഫോൺ SE സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോണാണ്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റ് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.
പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ കേസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടൊരു ഫോൺ വേണം, അതായത് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ഫോൺ അല്ല, നിങ്ങളുടെ പ്രൈമറി ഫോണാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകണം, അത് നിങ്ങൾ ഈ 2 ഫോണിനകത്ത് ഏതെങ്കിലും ഒന്നാണ് എടുക്കാൻ പോകണമെങ്കിൽ അന്നേരം ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ പിക്സൽ 4 ആണ്. അതായത് നമ്മുടെ ദിവസങ്ങളുടെ ഉപയോഗത്തിനകത്ത് ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, പിന്നെ ഡിസ്പ്ലേ വലുതായിട്ട് തന്നെ നമുക്ക് നല്ലോണം തന്നെ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ തന്നെ കണ്ടന്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതിലൂടെ തന്നെ ക്യാമറ പെർഫോമൻസിനകത്ത് തന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ രീതി പറയാൻ നേരത്ത് നമുക്ക് പ്രാക്ടിക്കൽ ഉപയോഗം വരാൻ നേരത്ത് നമ്മുടെ മെയിൻ ഫോണാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോണെങ്കിൽ, അത് നമ്മൾ ഈ ഫോണിനകത്ത് 2 ഒന്നാണ് എടുക്കാൻ പോകണമെങ്കിൽ എന്തായാലും ബെറ്റർ ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻ എനിക്ക് തോന്നിയത് ഗൂഗിൾ പിക്സൽ 4 ആണ്. അത് നിങ്ങൾക്ക് ഈ 2 ഫോണിനകത്ത് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. അതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.